ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പരിപാടി ഇപ്പോൾ ട്രെൻഡിങ് ആയ ഒരു അയല ഫ്രൈ ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. ഇതിനായിട്ടൊരു വലിയ അയല എടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ക്ലീൻ ആക്കി എടുത്ത അയലയാണ്. അതിന് നമുക്ക് കുറച്ച് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നടുക്കൂടെ കട്ട് ചെയ്ത് ഏകദേശം ഇങ്ങനെ ആക്കി എടുക്കുക. ഒരു ടിഷ്യൂ വെച്ച് ആ വെള്ളം അങ്ങ് ഒപ്പിക്കളയുക. എന്നിട്ട് ഇവനെ സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തത് മസാല പ്രിപ്പറേഷനാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ജാറിൽ കുറച്ച് ഇഞ്ചി എടുക്കുന്നുണ്ട്, വെളുത്തുള്ളി എടുത്തു, കൂടെ സവോള എടുത്തു. പിന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇവനെ നൈസായിട്ടൊന്ന് അരച്ചെടുക്കുക. അടുത്തായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് പാൻ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് പൊടികളാണ് ഇടുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും. കാര്യം ശ്രദ്ധിക്കുക, മുളക് പൊടിയാണ് കൂടുതൽ ഇടേണ്ടത് കേട്ടോ. ബാക്കി എല്ലാ പൊടികളും ഒരു പേരിന് മതി. അങ്ങനെ ഈ പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ഏകദേശം മാറി വരും. അപ്പോഴേക്കും നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുമല്ല, ഇത് അടിയിൽ പിടിക്കാതെ നോക്കുകയും വേണം കേട്ടോ. അങ്ങനെ മസാല എല്ലാം റെഡിയായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മസാല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കുമാണ് നമ്മുടെ മെയിൻ ഐറ്റം വരാൻ പോകുന്നത്. നമ്മുടെ മീനെ എടുത്തിട്ട് മസാലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവൻ്റെ മേലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം ഒരു സൈഡ് നമ്മളിങ്ങനെ തേച്ച് പിടിച്ച് സെറ്റാക്കി ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക. പിന്നെ ഐറ്റം മീനായതുകൊണ്ട് പുളി ഇടാതെ എങ്ങനെയാണ് സംഭവമല്ലേ. അപ്പോൾ ഞാൻ 2 ചെറിയ കുടംപുളിയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡും മാറ്റി മാറ്റിയിട്ട് നന്നായിട്ട് വേവിച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ. മസാല ഇടയ്ക്കിടയ്ക്ക് മീനിലേക്ക് തേച്ച് പിടിച്ച് കൊടുക്കുകയും വേണേ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഐറ്റം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിന് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. സംഭവം കാണാൻ തന്നെ കളർഫുൾ ഐറ്റമായിരുന്നു കേട്ടോ. ആ മസാലയുടെ കളറും മണവും കൂടെ വന്നപ്പോഴേക്കും ഒരു രക്ഷയില്ലായിരുന്നേ. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് നൈസായിട്ടൊന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മീനിൻ്റെ ഫ്ലഷിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചത് അപ്പത്തിൻ്റെ കൂടെയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക.